വീണ്ടും കടക്കുകയാണ് ഷാജോൺ സാർ. ഇപ്പൊ പൊതുവെ എല്ലാവരും ഒരു ആളുകൾക്കൊക്കെ സംവിധായകന്മാർക്കൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു സംശയം നിർമ്മാതാക്കൾക്ക് സംശയം ഉണ്ടാവും. നമ്മൾ ഈ മിനി സ്ക്രീനിൽ നിന്ന് നായകനെ ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരെ ആളുകൾ ഏറ്റെടുക്കുമോ, അവരെ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നൊരു സംശയം സ്വാഭാവികമായും പ്രേക്ഷകർക്കും ഉണ്ടാകും. ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് അത് ഒരുപാടുണ്ടായിരിക്കാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് പുതുമുഖ താരങ്ങളെ ഈ സിനിമയിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ധൈര്യം സാർ കാണിച്ചത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് സൂരജ് സണ്ണനെ പോലെ കഴിവുള്ള ഒരു നായകനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്നത് വഴി നമുക്ക് സിനിമയിലേക്ക് ഒരു നായകനെ കൂടെ കിട്ടുകയല്ലേ. വേറെ ആളുകൾക്കും സിനിമയിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനും അങ്ങനെ ഒരു നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരു നായകനല്ല, ഒരു കഴിവുള്ള നായകനെ. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സംതൃപ്തിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡിസിഷൻ എങ്ങനെയാണ് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഈ പ്രൊഡ്യൂസർ ഈ സബ്ജക്റ്റായിട്ട് വന്നപ്പോൾ പുള്ളി ഓൾറെഡി പിന്നെ ഇതിന് മുന്നേ തന്നെ എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പേ സൂരജിനെ പരിചയപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ ഇൻസിഡൻസ് ആണ്. മുഴുവൻ സ്റ്റോറി അങ്ങനെയല്ലെങ്കിലും മെയിൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമായിട്ട് അഭിനയിക്കാൻ പുള്ളി സൂരജിനെ മനസ്സിൽ കണ്ടുവച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, എന്നെ സൂരജിനെ കുറിച്ച് പിന്നെ എനിക്കൊരു ഇത് തന്നു. ഞാൻ നോക്കിയപ്പം സൂരജിനെ ഒന്ന് കണ്ടു നോക്കിയാൽ എങ്ങനെയാണെന്ന് അറിയാലോ എന്ന് കരുതി വരാൻ പറയുകയും സൂരജിനെ കൊണ്ട് പെർഫോം ചെയ്യിച്ച് നോക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സൂരജിനെ കൊണ്ട് ഇത് അത്ര എളുപ്പമുള്ള ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറല്ല. ഞാൻ പറഞ്ഞില്ല, 3 ലെയേഴ്സ് ഉണ്ട്. ചെറുപ്പകാലമുണ്ട്, അച്ഛൻ്റെ പോർഷൻ കുറച്ച് ചെയ്യാനുണ്ട്, പിന്നെ ഇദ്ദേഹം മധ്യവയസ്കിലെത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ, മെച്യൂർഡായിട്ടുള്ള ഒരു പോർഷനുണ്ട്. അപ്പോൾ ആ 3 റേഞ്ചും ചെയ്യണം ഒറ്റ ആർട്ടിസ്റ്റ് തന്നെ. അപ്പോൾ പുതിയ ഒരാൾക്ക് ചിലപ്പോൾ അതൊരു ടാസ്ക് ആയിരിക്കാം. പക്ഷേ സൂരജിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് മനസ്സിലാവുകയും ഞങ്ങളൊരു ക്യാമ്പ് സംഘടിപ്പിച്ച് ശ്രവണിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ ക്യാമ്പിലൂടെയാണ് ട്രെയിനിങ് കൊടുത്തിട്ട് എല്ലാവരെയും ഈ നിങ്ങൾ സിനിമയിൽ കാണുന്ന ഈ ലെവലിൽ അവതരിപ്പിക്കാൻ പറ്റിയത്. അതിലെനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷനുണ്ട്. ഓക്കെ, സൂരജ് കേട്ടല്ലോ അല്ലേ സംവിധായകൻ സാർ പറഞ്ഞത്? എന്താണ് സൂരജിനെ കുറിച്ച് സൂരജിലെ പ്രതീക്ഷകളെ കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ? എന്തായാലും അതെ, സന്തോഷം.